ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റായിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് സ്പീഡോമീറ്ററും വർക്കിംഗ് അല്ല. അപ്പോൾ ഈ രണ്ട് ഇത് ചെക്ക് ചെയ്യാനും മാറ്റാനായിട്ട് കേബിൾ മാറ്റാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ 2 കേബിളാണ് വരുന്നത് കേട്ടോ. ആക്സിലേറ്ററിന് 2 കേബിളാണ് വരുന്നത്. അപ്പോൾ 2 കേബിളും മാറ്റിയാലാണ് നമുക്കത് 100% പെർഫെക്ഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്കത് അഴിച്ച് മാറണമെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. അതായത് ബോഡി അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഞാൻ കേബിളുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്ത് പോകണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്തിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചാലാണ് മാറ്റാൻ പറ്റുള്ളൂ. ആക്സിലേറ്റർ കേബിളെന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണത്തിന് 259 രൂപനുണ്ട്. ആക്സിലേറ്റർ ബി ത്രോട്ടിൽ വരുന്നത് രണ്ടിനും 259 രൂപ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 259 രൂപ വെച്ച് വരുന്നുണ്ട്. അങ്ങനെ 2 കേബിളാണ് നമുക്ക് വരാം. അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും ഡാമേജാണ്, പൊട്ടിപ്പോയേക്കാണ്. 110 രൂപ നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഇന്നറാണ് പൊട്ടിയാണ്. അത് വളരെ ചെറിയ റോപ്പാണ് അതിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ കേസും ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലും ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിലിൻ്റെ കണ്ടീഷനും നോക്കുന്നുണ്ട്. ഓയിൽ ലെവൽ നോക്കുന്ന സമയത്ത് നമുക്ക് ലെവൽ അങ്ങനെ കാര്യമായിട്ട് കുറവ് തോന്നണില്ല. പക്ഷെ നമുക്ക് ഓയിലിൻ്റെ കളർ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ അറിയാം, നല്ല രീതിയിൽ കാർബൺ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ലാത്തത് കിടന്ന് ഓടിയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കിലോമീറ്റർ മെൻഷൻ ചെയ്യാൻ പറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3000 കിലോമീറ്ററാണ് ഒരു നല്ല രീതിയിൽ എൻജിൻ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിനകത്താണെങ്കിൽ ആകെ കൂടി നമുക്ക് 600 മില്ലി ഓയിലാണ് വന്നത്. അപ്പോൾ അത് അതിൽ കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ കൂട്ടത്തേക്കൂടെ ഓയിൽ മാറി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വെച്ചാൽ മീറ്റർ ഓൾറെഡി നമുക്ക് വർക്കിംഗ് ആയിക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കിലോമീറ്റർ അതിൻ്റെ കറക്റ്റ് വാണിങ്ങിൻ്റെ സ്റ്റിക്കർ നമ്മൾ അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചേക്കാം എത്രയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാനതടക്കം സ്പീഡോമീറ്ററിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, എൻജിൻ ഓയിൽ അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. അതേപോലെ തന്നെ ഈ വീഡിയോ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കി കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് വർക്ക് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ